ഹായ് ഹലോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചുരിദാറിൻ്റെ ബോഡി കൂട്ടി അടിച്ച് വരെ വെച്ചു. ഇനി നമുക്ക് കൈയും പിടിപ്പിക്കണം, അതിൻ്റെ സ്ലിറ്റ് ഭാഗം മടക്കിയും തയ്ക്കണം. അപ്പം നമുക്ക് സ്ലിറ്റ് ഭാഗം മടക്കി തയ്ക്കാം. സ്ലിറ്റിൻ്റെ ഭാഗം മോൾ ഭാഗത്തുനിന്ന് താഴോട്ട് മുകളിൽ എത്രയാണോ മടക്കി തയ്ക്കാൻ നമുക്ക് തുണിയുള്ളത് അത്രയും ഭാഗം താഴെയൊന്നും മടക്കി തയ്ച്ച് തുടങ്ങണം. അതിനായിട്ട് നമ്മൾ മുകളിൽ അതേ ലെവലിൽ താഴോട്ട് വെച്ച് കൈ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുക. ഒന്ന് ചെറുതായിട്ട് മടക്കുക. അതിന് ശേഷം കുറച്ചുകൂടെ ഒരു വീതിയിൽ മടക്കി കുറച്ചിങ്ങോട്ട് അടിച്ച് ഒന്ന് മെല്ലെ കെട്ടിട്ട് കുറച്ചിങ്ങോട്ട് അടിച്ച് വരുമ്പോൾ മുകളിലോട്ട് നോക്കുക. മുകളിൽ അതേ ലെവലിലാണോ ഇവിടെ നമ്മൾ അടിച്ച് വരുന്നതെന്ന് നോക്കണം. കുറച്ച് താഴെ നിന്ന് അങ്ങനെ മടക്കി അടിച്ച് വെച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, മുകളിൽ നിന്ന് ആ ഫുൾ മടക്ക്, ഒരു മടക്കില്ലേ, രണ്ട് മടക്കല്ല, ഒറ്റ മടക്കിൻ്റെ അതേ പീസ് അതേ ലെവലിൽ മുകളിൽ മടക്കി വെച്ചിട്ട് മെല്ലെ കൈ കൊണ്ട് ചെറുതായിട്ട് അങ്ങ് ഉള്ളിലോട്ട് വെച്ച് രണ്ട് പീസും കൂടി കൂട്ടി വലിക്കുകയുള്ളൂ. ഒരിക്കലും ഒറ്റ പീസായി ഉള്ളിൽ മടക്കേണ്ട ആ കുഞ്ഞ് മടക്കിൻ്റെ അവിടം കണ്ട് നിങ്ങൾ വലിക്കരുത്. മടക്കി ആ ചുരിദാറിൻ്റെ ബോഡിയിലോട്ട് വെച്ചതിന് ശേഷം ബോഡി പാർട്ടും ഈ മടക്കും കൂടെ കൂടി ഒന്നിച്ചേ വലിക്കാവുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ അത് എന്താ പറയണ്ടേ, ചുരുണ്ടു പോകും, ചുളുങ്ങിയും ലെവലല്ലാത്ത പോലെയൊക്കെ മുകളിൽ വരുമ്പോൾ വരും. അപ്പോൾ നിങ്ങളങ്ങനെ കൈകൊണ്ട് വെച്ചതിന് ശേഷം ആ കുഞ്ഞു മടക്ക് ഉള്ളിലോട്ട് വെച്ച് അമർത്തി പിടിച്ചിട്ട് വലിച്ചു പിടിച്ചടിക്കുക. ഇനി നമുക്ക് അടിച്ചങ്ങ് പോയി ആ സ്ലിറ്റിൻ്റെ ഭാഗം വരുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. സ്ലിറ്റിൻ്റെ തൊട്ട് വരെ ഇതുപോലെ മടക്കി അടിച്ച് വന്നിട്ട് സ്ലിറ്റിനോട് ചേർന്ന് വരുമ്പം സൂചി കുത്തി പൊക്കി വെക്കുക, എന്നിട്ട് തിരിക്കുക. സൂചി ഒരിക്കലും ചുരിദാറിൻ്റെ പീസിൽ നിന്ന് പൊക്കരുത്. സൂചി ചുരിദാറിൻ്റെ പീസ് കൊണ്ട് തന്നെ താഴോട്ട് നിൽക്കണം. എന്നിട്ട് നമ്മൾ ആ ഭാഗം ഒന്ന് തിരിച്ചു കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡും അതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് തയ്ച്ച് ഒരു കെട്ടിടാൻ പറ്റുമെങ്കിൽ കെട്ടിടുക അവിടെ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇടുമ്പോഴൊക്കെ പെട്ടെന്ന് കീറിപ്പോകുന്നൊരു ഭാഗം, അത് സ്റ്റിച്ച് വിട്ട് പോകും, അല്ലെങ്കിൽ അവിടെ നിന്ന് കീറിപ്പോകും. അതിനുശേഷം ഇപ്പുറത്തെ പീസയിലോട്ട് കയറ്റി സൂചി കുത്തി നിർത്തുക. പിന്നെ തിരിച്ച് താഴോട്ടാക്കിയതിന് ശേഷം അടിച്ചു വിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ കുഞ്ഞു മടക്ക് നിങ്ങൾ ആ ഒരു തുമ്പ് മാത്രം പിടിച്ച് വലിക്കരുത്. മടക്കി വെച്ചതിന് ശേഷം ഒരു മടക്ക്, അതിനുശേഷം ഉള്ളിലോട്ടുള്ള കുഞ്ഞു മടക്കി വെച്ചതിന് ശേഷം നമ്മൾ ചുരിദാറിൻ്റെ പീസും മെഷീനോട്ട് അമർത്തി പിടിക്കുക. കൈവിരൽ കൊണ്ട് അമർത്തി പിടിച്ചിട്ട് വലിച്ചടിക്കുക. ഒരു പീസ് മാത്രം വലിച്ചടിച്ചാൽ അത് ചുരുണ്ടൊക്കെ പോവും അടിയിലോട്ട്. അതിനുശേഷം ലാസ്റ്റ് ഭാഗം മടക്കി വെച്ച് കെട്ടിടുക. ഇനി ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യം ഞാനിട്ട വീഡിയോ 3000-നടുത്ത ആൾക്കാർ കണ്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊരു ലൈക്ക് എനിക്ക് തരിക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഈ കട്ട് ചെയ്യുന്നതും തയ്ക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഗുണകരമാകുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ബാക്കിൻ്റെ അടിഭാഗം മടക്കി തയ്ക്കുക. ഫ്രണ്ടിൻ്റെ ലെവൽ അനുസരിച്ച് മടക്കി തയ്ക്കുക. ഫ്രണ്ടിലെ പീസിൽ പാൻറ്റിൻ്റെ ഒരു പീസൊക്കെ അതുപോലെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കത് മടക്കി തയ്ക്കേണ്ട ആവശ്യം വന്നില്ല. ബാക്കിലെ പീസ് അതിന് കറക്റ്റായിട്ട് വെച്ചിട്ട് ഒത്തിരി കൂടുതലുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് മടക്കി തയ്ക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് സ്ലിറ്റിൻ്റെ സൈഡിൽ ഒരടിപ്പും കൂടെ അടിക്കണമല്ലോ. ഇതിൻ്റെ അങ്ങേ സൈഡിൽ കൂടെ ആ അടിപ്പ് അടിക്കുക. അത് അടിക്കുന്നത് ഒരേ ലെവലായിരിക്കണം കേട്ടോ, അതിന് വ്യത്യാസം വരരുത്. ഇനി നമുക്ക് സ്ലീവ് തയ്ക്കാം. ഈ സ്ലീവിന് ലൈനിങ് വെക്കണ്ട. അപ്പോൾ അതിൻ്റെ അടിയിലൊരു ബോർഡർ ഉണ്ട്. അപ്പോൾ ആ ബോർഡർ കളയാതെ വേണം അടിക്കാൻ. ഇപ്പം നമുക്കത് കറക്റ്റാണ് ലെങ്ത് കിട്ടിയേക്കുന്നത്, നമുക്ക് ഒട്ടും അതിൽ നിന്ന് കളയാനില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ആ ബോർഡർ തന്നെ അടിഭാഗത്താക്കി ഇനി നമ്മൾ കൈവണ്ണം നോക്കി മുകളിലോട്ട് ബോഡി വണ്ണത്തിലോട്ട് അടിച്ചു വിട്ടാൽ മതി. കൈവണ്ണം കറക്റ്റ് നോക്കി പോയിൻ്റ് ചെയ്ത് അടിച്ചു വിടുക. അവിടെ ഒരു കെട്ട് നമ്മൾ അടിച്ച് മുകളിലോട്ട് വരാം. ഒരു കുറച്ച് അങ്ങോട്ട് അടിച്ച് ചെല്ലുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നിർത്തിയിട്ട് ബോഡിയുടെ പാർട്ട് എടുക്കുക.
നമ്മളെപ്പോഴും കൈ അടിക്കുമ്പം അത് മോശം വശം പുറമേ വെച്ചിട്ടല്ലേ അടിക്കുന്നത്. അങ്ങനെ അടിക്കുമ്പം ഏത് കൈയാണെന്ന് എങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ, ഒരു കൈ കുഴിച്ച് വെട്ടുന്ന ഭാഗം നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗത്താണെങ്കിൽ, അതായത് മോൾ ഭാഗത്താണെങ്കിൽ അതെപ്പോഴും വലത് കൈ ആയിരിക്കും. ഇത് കണ്ടോ, ഇത് വലത് കൈയാണ്. അപ്പം വലത് കൈ തയ്ക്കുമ്പം ആ കട്ടിങ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. വലത് കൈ തയ്ക്കുമ്പം ബോഡിയുടെ വലത് പാർട്ട് കൈക്കുഴി അതുപോലെ വലിച്ചു പിടിച്ചിട്ട് 2 വിരൽ കൊണ്ട് സ്ലീവിൻ്റെ ആ ഭാഗം വലിച്ചു പിടിക്കുക. അതുപോലെ തന്നെ കൈക്കുഴിയുടെ ഭാഗവും വലിച്ചു പിടിച്ചിട്ട് അവിടെ പോയിൻ്റ് ചെയ്തിട്ട് അങ്ങോട്ട് അടിക്കുക. അത് ഫുള്ള് അങ്ങോട്ട് അടിച്ച് ചാടിക്കണ്ട, കുറച്ച് മുൻപിൽ നിർത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇതേ രീതിയിലാണ് ഈ ബോഡിയും കൈയും തമ്മിൽ പിടിപ്പിക്കാൻ പോകുന്നത്, റൗണ്ട് അടിച്ചിട്ടല്ല. അപ്പം അങ്ങനെ നമുക്ക് ഇനി തയ്ക്കുമ്പോൾ അങ്ങനെ തയ്ക്കാം. ഇപ്പോൾ ഈ രീതിയിൽ ഞാനൊന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ചെയ്യേണ്ടത് കൈ അത് തുമ്പൊക്കെ ഒന്ന് കറക്റ്റാക്കി ഒന്ന് വെട്ടൊക്കെ കൊടുത്ത് ഒന്ന് ഭംഗിയാക്കി വെക്കുക. അതിനുശേഷം കൈയും മറിച്ചിടുക, ബോഡി പാർട്ടും മറിച്ചിടുക. ഇങ്ങനെ കട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, നൂലിങ്ങനെ വലിഞ്ഞ് കിടക്കാതെ ഇടയ്ക്ക് വരുന്ന നൂലുകളങ്ങ് മുറിഞ്ഞു പോകും. അങ്ങനെ അവിടെ നൂല് തൂങ്ങി കിടക്കത്തില്ല. രണ്ടാമത്, കൈക്കൊരു ഷേപ്പ് കിട്ടും. നമ്മൾ കൈ വളയ്ക്കുമ്പോഴൊക്കെ അവിടെ ഒരു കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതനുസരിച്ച് കൈക്കൊരു ഷേപ്പ് കിട്ടും. ഇനി നമുക്ക് ബോഡി പാർട്ടിലേക്ക് കൈ പിടിപ്പിക്കാം. അതിന് വേണ്ടിയിട്ട് കൈയുടെ നല്ല വശം എടുക്കുക, ബോഡി പാർട്ടിൻ്റെ നല്ല വശം എടുക്കുക. ഇത് വലത് കൈയാണ്. അതുപോലെ ബോഡി പാർട്ടിൻ്റെ വലത് കൈക്കുഴിയും എടുക്കുക. അവിടെയാണ് നമുക്കിത് പിടിപ്പിക്കേണ്ടത്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ബോഡിയുടെ വലത് കൈക്കുഴിയിലേക്ക് കൈക്കുഴിയുടെ ഭാഗം അതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ആ കൈക്കുഴിയിൽ കൂടി മറിച്ചെടുത്ത് നെക്കിൻ്റെ ഭാഗത്തൂടെ അതിങ്ങനെ പുറത്തെടുത്തിട്ട് തുമ്പുകൾ തമ്മിൽ ലെവലാക്കി വെച്ചതിന് ശേഷം റൗണ്ട് അടിച്ച് പോരുക. റൗണ്ട് അടിച്ച് വരുന്ന ആ സമയത്ത് ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് അല്ലെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് കറക്റ്റാക്കി കൊടുക്കുക. അതിനുശേഷം റൗണ്ട് അടിച്ചിട്ട് പിന്നീട് ആ സ്റ്റിച്ചിങ്ങിൻ്റെ അറ്റത്തൂടെ, തയ്യൽ തുമ്പിൻ്റെ അറ്റത്തൂടെ ഒന്നുകൂടെ ഒരു അടിപ്പ് അടിച്ചു കൊടുക്കുക. അതുപോലെ ഈ അടിക്കുന്ന അടിപ്പ് 2 അടിച്ചോളൂ, കൈയല്ലേ. നൂലൊക്കെ വലിഞ്ഞ് കിടക്കാതിരിക്കാൻ വേണ്ടി ആ സ്റ്റിച്ചിങ്ങിൻ്റെ തുമ്പത്തൂടെ ഒരടിപ്പ് കൂടെ കൊടുക്കുക. അവിടെ നമുക്ക് ആ കൈക്കുഴി കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ലെഫ്റ്റ് ഹാൻഡും അതുപോലെ തന്നെ പിടിപ്പിക്കുക. വണ്ണം നോക്കി മോൾ ഭാഗത്തോട്ട് അടിക്കുക. റൈറ്റ് ഹാൻഡിൻ്റെ വണ്ണം 10, അതായത് 5, ഹാഫ് വരുമ്പോൾ 5 ആണെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് അടിക്കുമ്പോൾ അതിനേക്കാൾ ഒരു പോയിൻ്റ് കൂടെ കുറച്ച് അടിക്കുക. ഒരു പോയിൻ്റ് കുറച്ച് വണ്ണം അടിക്കുക. കൈക്കുഴി എത്താറാകുമ്പം അതുപോലെ ലെഫ്റ്റ് കൈക്കുഴി, ബോഡിയുടെ ലെഫ്റ്റ് കൈക്കുഴി അങ്ങനെ വലിച്ചു പിടിച്ച് പോയിൻ്റ് ചെയ്തിട്ട് 2ഉം മറിച്ചിട്ടിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ കൈക്കുഴിയിലേക്ക് പിടിപ്പിക്കുക. നിങ്ങളുടെ സ്റ്റിച്ചിങ് മെഷീന് എപ്പോഴും എണ്ണയൊക്കെ ഇട്ട് നല്ലോണം തൂത്ത് തുടച്ചൊക്കെ എടുക്കണമെന്നും, എന്നിട്ട് വേണം തയ്ക്കാൻ. അപ്പോൾ നല്ല എളുപ്പമുണ്ടാകും തയ്ക്കാൻ. റൗണ്ട് അടിച്ച് പിടിപ്പിച്ചതിന് ശേഷം തയ്യൽ തുമ്പേ കൂടെ ഒരടിപ്പ് അടിക്കുക. അതുപോലെ തന്നെ ഈ കൈ ചുറ്റും 2 അടിപ്പ് അടിക്കണം. കൈ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ചിലപ്പം ബോഡി പാർട്ട് ശകലം കൂടുതലായിരിക്കും തയ്യൽ തുമ്പ്. ഇനി അത് മറിച്ചിട്ടിട്ട് ചീത്ത വശത്ത് വെച്ചിട്ട് അതൊന്ന് ജോയിൻറ്റ് ചെയ്യുക. ആ കൈക്കുഴി നമ്മൾ കൈ തയ്ച്ച് വെച്ച ഭാഗം അവിടെയൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൂടുതൽ തയ്യൽ തുമ്പുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്യുക. അതുപോലെ ബോഡിയുടെ തയ്യൽ തുമ്പും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയായി തയ്യൽ തുമ്പൊക്കെ കറക്റ്റാക്കി കട്ട് ചെയ്ത് എടുക്കുക. അതിൻ്റെ കൈയും ബോഡിയും തമ്മിലൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ ഈ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ മെസ്സേജ് അയക്കണം, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ചുരിദാറിൻ്റെ ടോപ്പ് നല്ല ഭംഗിയായി തയ്ച്ചു കഴിഞ്ഞു. എനിക്ക് വളരെ കറക്റ്റ്. ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും തയ്ക്കാൻ പറ്റിയെങ്കിൽ ഞാൻ ഒത്തിരി ഹാപ്പിയായി. എന്നെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക.